ഭരണം കൈയടക്കുന്നതിനു മുൻപുള്ള പശ്ചിമ ബംഗാളിലെ കാര്യങ്ങൾ അത്ര മെച്ചപ്പെട്ടതൊന്നുമായിരുന്നില്ല. മമതാ ബാനർജി മുഖ്യമന്ത്രിയായ TMCയുടെ 15 വർഷ ഭരണത്തിൽ ഗുണ്ടാവാഴ്ചയും പോലീസ് രാജും നിത്യമായിരുന്നു. രാജ്യത്തെ ഞെട്ടിച്ച ബലാത്സംഗ കേസുകൾ അതിൽ ഉൾപ്പെട്ടിരുന്നു. ഈ ക്രമസമാധാന തകർച്ച ഉൾപ്പെടെ ചർച്ചയാക്കിയാണ് ഏപ്രിൽ മാസം നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനെ അവിടെയുള്ള എല്ലാ കക്ഷികളും മുന്നണികളും നേരിട്ടത്. അതിന്റെ കൂടെ പ്രത്യേക വോട്ടർ പട്ടിക സമഗ്ര പരിഷ്കരണത്തിന്റെ ആനുകൂല്യവും EVM ക്രമക്കേടുകളും സുരക്ഷാ സൈന്യ വിന്യാസവുമെല്ലാം ചേർന്നപ്പോൾ വിധി BJPക്ക് അനുകൂലമായി. BJP ഇതര കക്ഷികൾക്ക് വോട്ട് ചെയ്യുന്ന ദശലക്ഷക്കണക്കിന് വോട്ടുകളാണ് വെട്ടിപ്പോയത്. അങ്ങനെയാണ് സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ പശ്ചിമ ബംഗാളിൽ അധികാരമേറ്റത്. എന്നാൽ സംസ്ഥാനത്തെ സാഹചര്യങ്ങൾക്ക് ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ലെന്നും കൂടുതൽ സങ്കീർണമാകുകയാണെന്നുമാണ് അവിടെ നിന്നുള്ള വാർത്തകൾ സൂചിപ്പിക്കുന്നത്. നിലവിലുള്ള ക്രമസമാധാന തകർച്ചയ്ക്കൊപ്പം ഭരണാനുകൂലികളായ ആർക്കും നിയമം കയ്യിലെടുത്ത് എന്തും കാട്ടാനാകുമെന്ന് വ്യക്തമാകുന്നു. ബുൾഡോസറുകളും ഗുണ്ടകളും പോലീസും എല്ലാം ചേർന്ന് ബംഗാളിന്റെ അന്തരീക്ഷത്തെ കൂടുതൽ മലീമസമാക്കുകയാണ്. അതിന്റെ ഭാഗമായി ബുൾഡോസറുകൾ ബംഗാളിലേക്ക് കുന്നുകയറിയെത്തിയിരിക്കുന്നു. ഏറ്റുമുട്ടൽ, കൊലപാതകങ്ങളും ആൾക്കൂട്ട അതിക്രമങ്ങളും വിദ്വേഷ പ്രചരണങ്ങളും ഇതര മതസ്ഥാപനങ്ങൾ തകർക്കലും TMC കാലത്തിനേക്കാൾ വർദ്ധിച്ചിരിക്കുന്നു. മുസ്ലിങ്ങൾ കൂടുതലുള്ള വാണിജ്യ സ്ഥാപനങ്ങൾ അനധികൃതമെന്നാരോപിച്ച് ബുൾഡോസറുകൾ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തിയായിരുന്നു തുടക്കം. റെയിൽവേ സ്റ്റേഷനുകൾക്കരികിലെ വഴിയോര കടകൾ ഒഴിപ്പിക്കൽ നടപടി സ്വീകരിച്ചപ്പോൾ നൂറുകണക്കിന് പേരുടെ ഉപജീവന മാർഗമാണ് ഇടിച്ചു നിരത്തപ്പെട്ടത്. വരുമാനവും ജീവനോപാധികളും നഷ്ടമായ 4 പേർ ഇതുവരെ ജീവിതം അവസാനിപ്പിച്ചു. മാംസവിൽപ്പന നിരോധിച്ചതായിരുന്നു മറ്റൊരു നടപടി. അതിന്റെ ഇരകളാക്കപ്പെട്ടത് BJP പതിവ് പോലെ ലക്ഷ്യം വെച്ച മുസ്ലിം മതവിഭാഗങ്ങളിൽപ്പെട്ടവർ മാത്രമായിരുന്നില്ല. BJPക്ക് വോട്ട് ചെയ്യുന്ന ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരുടെയും ജീവിതം വഴിമുട്ടി. മമതാ ബാനർജിയുടെ ഭരണത്തിന്റെ അവസാന നാളുകളിൽ സംസ്ഥാനത്തെ പിടിച്ചുലച്ചതായിരുന്നു ആർജിക്കർ മെഡിക്കൽ കോളേജിൽ നടന്ന ബലാത്സംഗ കൊലപാതകം. ഈ സംഭവം രാജ്യത്തെ ആകെ വേദനിപ്പിച്ചതായിരുന്നു. അതിനെ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന തകർച്ചയുടെ മാതൃകയെന്ന് ഏറ്റവും കൂടുതൽ കൊണ്ടാടിയത് BJP ആയിരുന്നു. അതിനേക്കാൾ ഭീതിതമായ സംഭവമാണ് കഴിഞ്ഞ ദിവസം സൗത്ത് 24 പർഗാനാസ് ജില്ലയിലെ ബറുയിപൂരിൽ നടന്നത്. 12കാരിയെ തട്ടിക്കൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്ത് കൊല്ലുകയായിരുന്നു. ഈ സംഭവത്തിലെ യഥാർത്ഥ പ്രതിയെ ഒളിച്ചോടാൻ സഹായിച്ചതിന് BJP നേതാവ് ശന്തനുവിനെ സുവേന്ദു അധികാരിയുടെ പോലീസിന് പിടികൂടേണ്ടി വന്നു. ജനക്കൂട്ടം വൻ പ്രതിഷേധമുയർത്തിയതിനെ തുടർന്നായിരുന്നു ഇതിന് സന്നദ്ധമായത്. കുറ്റവാളിയെന്നാരോപിച്ച് ഇന്ദ്രജിത്ത് തന്തി എന്നയാളെ തല്ലിക്കൊല്ലുകയും ചെയ്തു. പക്ഷേ ഇയാൾ നിരപരാധിയായിരുന്നുവെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ജനങ്ങളുടെ വൻ പ്രതിഷേധമുയർന്നപ്പോൾ യഥാർത്ഥ പ്രതിയെന്നാരോപിക്കപ്പെട്ടയാളെ പോലീസ് അറസ്റ്റ് ചെയ്തുവെങ്കിലും വെടിവെച്ചു കൊന്നു. കുറ്റകൃത്യം പുനരാവിഷ്കരിക്കുന്നതിനിടെയാണ് പ്രതി പ്രഭാഷ് മൊണ്ടാലിനെ വധിച്ചത്. പോലീസിന്റെ തോക്ക് തട്ടിയെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് വെടിയുതിർത്തതെന്നാണ് പോലീസിന്റെ ഭാഷ്യം. അതേസമയം കുറ്റകൃത്യത്തിനു ശേഷം ഇയാളെ ഒളിച്ചോടുന്നതിന് സഹായിച്ച BJP-കാരൻ ഉൾപ്പെടെയുള്ളവരെ രക്ഷപ്പെടുത്തുന്നതിനുള്ള ഗൂഢപദ്ധതിയുടെ ഭാഗമാണ് ഏറ്റുമുട്ടൽ നാടകമെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. ദിബാകർ സർദാർ, പ്രവാസ് മണ്ഡൽ എന്നിവരെയും അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിലും മുഖ്യപ്രതി കൊല്ലപ്പെട്ടതോടെ കേസിന്റെ ഭാവി എന്താകുമെന്ന് കാത്തിരുന്നു കാണണം. ഇതിനൊപ്പം തന്നെയാണ് ബംഗാളിൽ ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങളുടെ വിവരവും എത്തിയിരിക്കുന്നത്. സൗത്ത് 24 പർഗാനാസിലെ തന്നെ സുഭാഷ് ഗ്രാമിലാണ് ക്രിസ്ത്യൻ പള്ളിക്ക് നേരെ ആക്രമണം ഉണ്ടായത്. നിർമ്മാണം പൂർത്തിയായിട്ടില്ലാത്ത പള്ളിയിലേക്ക് അതിക്രമിച്ചു കയറിയാണ് ജനലുകൾ തകർക്കുകയും പള്ളിക്കകത്തുണ്ടായിരുന്ന സാധനങ്ങൾ നശിപ്പിക്കുകയും ചെയ്തത്. അൾത്താരയും സംഗീതോപകരണങ്ങളും പൂർണ്ണമായും നശിപ്പിച്ച അക്രമികൾ മേൽക്കൂരയിലുണ്ടായിരുന്ന കുരിശും തകർത്തു. മുർഷിദാബാദിൽ ബർണാലി ചാറ്റർജി എന്ന ക്രിസ്ത്യൻ വിശ്വാസിക്ക് നേരെ മതം മാറണമെന്നും വീടും സ്ഥലവും അമ്പലം പണിയാൻ വിട്ടു നൽകണമെന്നും ആവശ്യപ്പെട്ട് മർദ്ദിച്ച സംഭവവും ഉണ്ടായി. പൂർവ്വ ബർധമാൻ ജില്ലയിൽ ഫരീദ്പൂരിലുള്ള ക്രിസ്ത്യൻ പള്ളിക്ക് നേരെയും ആക്രമണമുണ്ടായി. പ്രാർത്ഥന നടക്കുന്നതിനിടെ പള്ളി ആക്രമിച്ച ആൾക്കൂട്ടം പാസ്റ്ററെയും വിശ്വാസികളെയും പരിക്കേൽപ്പിച്ചു. TMCയുടെ ദുർഭരണത്തെ വെറുത്ത ജനങ്ങൾ BJP ഭരണത്തിനു കീഴിൽ എരുതിയിൽ നിന്ന് വറചട്ടിയിലേക്ക് എറിയപ്പെട്ട അവസ്ഥയിലെത്തിയിരിക്കുകയാണ്.